മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിദ്യ, ബുദ്ധി, വിവേകം എന്നിവയുടെ എല്ലാം കാരകനായ ബുധൻ മാർച്ച് 15-ാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും. അതായത് ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഏപ്രിൽ 7-ാം തീയതി വരെ ഏകദേശം 24 ദിവസത്തോളം ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മീനത്തിൽ ബുധനോടൊപ്പം സൂര്യൻ, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും. ബുധൻ വിദ്യ, ബുദ്ധി, വിവേകം, കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ, നെർവസ് സിസ്റ്റം, സ്കിൻ, ടൂറിസം, അക്കൗണ്ട്സ്, ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബുധൻ്റെ റീട്രോഗ്രേഡായിട്ടുള്ള ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ബുധൻ നിങ്ങളുടെ 9ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. വക്രഗതിയിലാകുന്നത് 6-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ബുധൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 12-ാം ഭാവാധിപൻ ബുധൻ 6-ലാണ് നിൽക്കുന്നത്. പക്ഷേ ബുധൻ വക്രഗതിയിലായതിനാലും ഈ സമയത്ത് അസ്തമിച്ചിരിക്കുന്നതിനാലും ഈ രാജയോഗത്തിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. എങ്കിലും കരിയറിലും ബിസിനസ്സിലും മറ്റും പുരോഗതി കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ബിസിനസ് ആക്ടിവിറ്റികൾ വർദ്ധിക്കുന്നതായിരിക്കും. ലാഭസ്ഥിതികളും വർദ്ധിക്കുന്നതാണ്. ധനാഗമനവും ഉണ്ടാകും. ഈ സമയത്ത് ആർഭാട വസ്തുക്കളിൽ പൈസ ചിലവഴിക്കാൻ പാടില്ല. അതുപോലെ പ്രോപ്പർട്ടികളും മറ്റും ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം. ഡിസ്പ്യൂട്ടുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം ഡീൽ ചെയ്യുവാൻ. നിക്ഷേപങ്ങളും മറ്റും സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് സമയത്ത് അറ്റൻഡ് ചെയ്യുവാൻ ശ്രമിക്കണം. അലസത കാണിക്കുവാൻ പാടില്ല. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒത്തൊരുമിച്ച് വേണം എടുക്കുവാൻ. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ബാങ്ക് ലോണും മറ്റും എടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും. പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കും. തുലാം രാശിക്കാർ ഒരു കാര്യം എപ്പോഴും ഓർക്കണം: ഇമോഷണലായി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ നിങ്ങളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിൽ കുടുങ്ങാൻ പാടില്ല. ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ശരീരക്ഷീണവും അനുഭവപ്പെടുന്നതായിരിക്കും. ഈ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണപാനീയങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ബുധൻ മീനം രാശിയിൽ റീട്രോഗ്രേഡ് ആകുമ്പോൾ തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.